ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഞാൻ കാര്യം പറയാം, എന്നിട്ട് നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മളൊരു ലൂബിക്ക ചമ്മന്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. പക്ഷെ ചുമ്മാ അങ്ങനെ തയ്യാറാക്കുന്ന ഒരു ചമ്മന്തി ഒന്നുമല്ല. നല്ല നാടൻ രീതിയിൽ കാന്താരി മുളകൊക്കെ ഇട്ട് അമ്മിയിൽ അരച്ചെടുക്കുന്ന ലൂബിക്ക ചമ്മന്തി. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ ലൂബിക്കയുടെ മരം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ലൂബിക്ക പൊട്ടിച്ചെടുക്കാനായിട്ട് വന്നേക്കാണ്. അങ്ങനെ ഞാൻ ലൂബിക്ക പൊട്ടിക്കുന്ന സമയത്താണ് നമ്മുടെ നേരെ പറമ്പിൽ അവിടെ കുറച്ച് മയിലുകൾ നിൽക്കുന്നു. ഒരു 3-4 ഉണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ ഒരു 3 ഓടിപ്പോയി. ഒരെണ്ണം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവരവിടുത്തെ സ്ഥിര ആൾക്കാരാണ് കേട്ടോ. എന്നും രാവിലെ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും അവരവിടെ നിൽക്കട്ടെ, നമുക്ക് ആ സമയം കൊണ്ട് ലൂബിക്ക പൊട്ടിച്ചെടുക്കാം. ഒരുപാട് പഴുത്ത ലൂബിക്ക നമുക്കിവിടെ കിട്ടാറില്ല കേട്ടോ. ഇവിടെ നിറച്ച് കിളികളാണ്. അപ്പോൾ ഒന്ന് പഴുത്ത് വരുമ്പോഴേക്കും അവർ വന്ന് കൊത്തിക്കൊണ്ട് പോകും. അപ്പോൾ നമുക്ക് ഇതുമുള്ള പഴുത്ത ലൂബിക്കകൾ കുറച്ചായിട്ട് അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഒരു ചമ്മന്തിക്കുള്ളതല്ലേ വേണ്ടൂ, അത്രയും ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് പഴുത്തതുണ്ട്, എന്നാൽ കുറച്ച് പഴുത്തതുണ്ട്. ചമ്മന്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പുളിയും ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ നമുക്കത് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല എരിവുള്ള കാന്താരി മുളക് തന്നെ ഇതിൻ്റെ കൂടെ അരച്ചെടുക്കാം. കാന്താരി മുളക് മാത്രമല്ല, അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളമുളകും കൂടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം കറിവേപ്പിലയാണ്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറമ്പിലത്തെ പൊട്ടിക്കാനുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. ഒരു 3 തണ്ടോളം കറിവേപ്പില ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ കറിവേപ്പിലയായി, ലൂബിക്കായി, പച്ചമുളകായി. ഇനി കുറച്ച് ചെറിയുള്ളിയും കൂടെ ഞാനിവിടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. ചെറിയുള്ളി ആയാലും സവാള ആയാലും കഴുകിയെടുക്കുന്ന സമയത്ത് അതും ആ ഒരു ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം മാത്രമായിട്ട് ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കാനായിട്ടുള്ള നാളികേരം ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ അമ്മിയിൽ പോയിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഞാൻ അരയ്ക്കാൻ പോകുന്നത് ലൂബിക്ക, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമ്മൾ ചിരകി വെച്ചിട്ടുള്ള നാളികേരം. ഇത്രയാണ് ഞാൻ ആദ്യം തന്നെ അരച്ചെടുക്കാൻ പോകുന്നത്. ഇത് അരച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ബാക്കി നമ്മുടെ ഉള്ളിയും ഉപ്പെല്ലാം ചേർക്കാൻ പോകുന്നത്. അമ്മിയമ്മയെ അരച്ചുകൊണ്ടിരിക്കുന്നത് ഞാനല്ല കേട്ടോ. ഞാൻ അരച്ചാൽ ഇത്ര കറക്റ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ അമ്മേനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വിളിച്ചു. അമ്മിയമ്മ അരയ്ക്കുന്ന ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് പിന്നെ മിക്സിയൊക്കെ ഒഴിവാക്കിയിട്ട് അമ്മിയമ്മ തന്നെ ആവാമെന്ന് വിചാരിച്ചു. എനിക്കെപ്പോഴും അമ്മിയമ്മ അരച്ച ചമ്മന്തിയോടെ കേട്ടോ കുറച്ച് കൂടുതൽ ഇഷ്ടം. കുറച്ചുകൂടെ ടേസ്റ്റ് അത് കൂടുതലായിരിക്കില്ലേ. നിങ്ങൾ എത്ര പേരുണ്ട് അമ്മിയമ്മ അരച്ച ചമ്മന്തി ഇഷ്ടമുള്ളവർ? അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ നാട്ടിലെ ലൂബിക്കാൻ എന്താ പറയുക എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നാളികേരവും കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ലൂബിക്കയും ഒരു 3/4 ഭാഗം ഒന്നരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ തൊലി കളഞ്ഞ് വെച്ചിരുന്ന ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നേരം പിന്നെ അങ്ങോട്ടിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഉള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഒറ്റപ്പെട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് അരച്ച് ഉള്ളി അതിൽ അലിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൂബിക്ക ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. കഞ്ഞിയുടെയും കപ്പയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൺ സപ്പോർട്ടും കൂടെ ചെയ്യുക.